ഹായ് കൊച്ചുമക്കളെ. ഇന്ന് ടീച്ചറമ്മ പറഞ്ഞു തരാൻ പോകുന്ന കഥ ചെല്ലപ്പൻ്റെ കഥയാണ്. ഒരു നാട്ടിൽ ഒരു ചെല്ലപ്പൻ ഉണ്ടായിരുന്നു കേട്ടോ. മിടുക്കനായ ഒരു ചെക്കൻകുട്ടി. ഒരു ദിവസം അവനോട് അമ്മ പാല് വാങ്ങിക്കൊണ്ടുവരാൻ പറഞ്ഞു. അവനൊരു മൺകുടുക്കയിൽ പാലുമായി ഇങ്ങനെ വാങ്ങിക്കൊണ്ട് വരികയാണ്. അങ്ങനെ ഒരു ഇടവഴി എത്തി. അവൻ എന്ത് ചെയ്തു? തലയിലുള്ള പാല് ഇങ്ങനെ താഴത്ത് വീഴാതെ അനങ്ങാതെ നടന്നു വന്നു. അപ്പോൾ അവനിങ്ങനെ കണ്ണടച്ചപ്പോൾ അവനൊരു സ്വപ്നം കണ്ടു. ഇങ്ങനൊരു സ്വപ്നം, വളരെ പെട്ടെന്ന് കണ്ട സ്വപ്നമാണ് കേട്ടോ. അവൻ എന്താണെന്നോ കണ്ടത്, അവൻ ഈ പാല് വേറൊരു സ്ഥലത്ത് കൊണ്ടുപോയി കൊടുത്തപ്പോൾ അവർ കുറച്ച് പൈസ കൊടുത്തു. ആ പൈസ കൊണ്ട് അവൻ എന്ത് ചെയ്തു? ഒരു കാറ് വാങ്ങി. ആ കാർ അവൻ ഓടിച്ചങ്ങനെ പോയി. അവനൊരു നല്ല ഡ്രൈവറായി മാറി. അവനെല്ലാവരും ഡ്രൈവിങ് നല്ലതായതുകൊണ്ട് വിളിക്കാൻ തുടങ്ങി. അങ്ങനെ അവൻ നല്ല പണക്കാരനായി. അവൻ പെണ്ണൊക്കെ കെട്ടി, അവന് 2 കുട്ടികളൊക്കെ ആയി. അവൻ അടിപൊളിയായി ജീവിക്കാൻ തുടങ്ങി. അപ്പോഴാണ് അവനൊരു മോഹം, ഈ കാറ് കൊടുത്തിട്ട് ഒരു ലോറി വാങ്ങിയാലോ. അങ്ങനെ അവൻ ആ കാറിനെ കൊടുത്തിട്ട് ഒരു ലോറി വാങ്ങി. ലോറിയിൽ ഇങ്ങനെ ലോഡ് കയറ്റി അതിലും വലിയ പണക്കാരനായി അവൻ. അപ്പോൾ അവൻ എന്ത് ചെയ്തെന്നറിയാമോ? 2 ബസ് വാങ്ങി. ബസ് മുതലാളിയായി. എല്ലാവരുടെ ഇടയിൽ അവനൊരു പണക്കാരനായി ഇങ്ങനെ നടന്ന് ഇങ്ങനെ പോയപ്പോൾ എല്ലാവർക്കും ഇവനോട് അസൂയയായി. അങ്ങനെ ഇവനോട് ഒരു ദിവസം ഒരു വില്ലനായ മനുഷ്യൻ ചോദിച്ചു, ആ പണമെല്ലാം ഇങ്ങനെ ഇട്, എനിക്ക് താ, എനിക്കും ജീവിക്കണം. നിനക്ക് മാത്രം പണക്കാരനായി ഇവിടെ സുഖിച്ചാൽ മതി. ഇങ്ങോട്ട് താടാ. അയാൾ ഇവനെ പിടിച്ചു വലിച്ചു. ഇവൻ എന്ത് ചെയ്തു? താഴത്ത് കിടക്കുന്ന ഒരു വടി എടുത്ത് ആ വലിക്കുന്ന ആളെ ഒറ്റടി അടിച്ചത് എവിടെ? തലയിലുള്ള പാലിൻ്റെ കലത്തിൽ. അവൻ്റെ സ്വപ്നമായിരുന്നില്ലേ ഇതൊക്കെ? പാലതാ കിടക്കണം, മൺചട്ടി ഇപ്പുറത്ത് പൊട്ടിക്കിടക്കണം. എങ്ങനെയുണ്ട് ചെല്ലപ്പൻ്റെ സ്വപ്നം? ഇതിന്ന് എന്താണ് കൂട്ടുകാർക്ക് മനസ്സിലാവുന്നത്? വല്ലാതെ വലിയ സ്വപ്നങ്ങളൊന്നും നമ്മൾ കാണണ്ട അല്ലേ? നമുക്ക് ചെറിയ സ്വപ്നങ്ങൾ മതി. അപ്പം നമ്മൾ വലിയ ആളുകളായി മാറും. പക്ഷേ സ്വപ്നം കാണാതിരിക്കരുത്. നമുക്ക് സ്വപ്നങ്ങളൊക്കെ വേണം അല്ലേ? നമ്മളെക്കൊണ്ട് എത്തിപ്പിടിക്കാൻ പറ്റുന്ന സ്വപ്നങ്ങളെ പാടുകയുള്ളൂ. കഥ ഇഷ്ടമായോ? ഇഷ്ടമായെങ്കിൽ അടുത്ത കഥയുമായി ടീച്ചറമ്മ ഉടൻ വരുന്നതാണ്. നിങ്ങളുടെ സ്വന്തം ടീച്ചറമ്മ.